Hi friends, John's Enterprise എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒപ്പോയുടെ ഒരു പുതിയ ഫോൺ ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്. ഒപ്പോ F19 Pro എന്ന് പറഞ്ഞിട്ടൊരു ഫോണാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് സ്പെസിഫിക്കേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ വരുന്നത് 6.43 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് ക്യാമറകൾ വരുന്നത് വെച്ചാൽ ഒരു 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൽ മെയിൻ ക്യാമറ സാംസങ്ങിൻ്റെ ഒരു സെൻസറാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെ ആണ്. അതിൽ പഞ്ച് ഹോളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 4310 mAh ബാറ്ററിയാണ്. അതിന് 30 വാട്ടിൻ്റെ വൂc 4.0 ഫ്ലാഷ് ചാർജും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ P95 എന്ന് പറഞ്ഞൊരു പ്രോസസ്സറാണ്. ഇത് ഇവരുടെ തന്നെ സ്വന്തം UAE കളർ OS 11.1 വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 11 ഇത് ഈ ഫോണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റാം ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ഇത് 8GB റാം 128GB ROM ആണ് വരുന്നത്. മെമ്മറി കാർഡ് സ്ലോട്ട് കിട്ടുന്നുണ്ട്. നമുക്കങ്ങനെ 256GB വരെ മെമ്മറി കാർഡ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇതിനകത്ത് വരുന്ന വേറെ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല. സാധാരണ പോലെ 60 Hz റിഫ്രഷ് റേറ്റ് ഇത് തരുന്നുള്ളൂ. 5G സപ്പോർട്ടില്ല. 2G 3G 4G സപ്പോർട്ടുള്ളൂ. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഇതിൽ സപ്പോർട്ടാവുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് 3.5 mm ജാക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റേഡിയോയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സെൻസറേഴ്സൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സെൻസറിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ജിയോമാഗ്നറ്റിക് സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ് എല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ ലഭ്യമാണ്. മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ USF 2.1 ആണ് ഇതിലുള്ളത്. LPDDR 4X റാമാണ് ഇതിൽ വരുന്നത്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ അതിശയിപ്പിക്കുന്നത് 172 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ കളറൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ബ്ലാക്കും പിന്നെ ഒരു സിൽവർ കളറുമാണ് വരുന്നത്. ഈ മീഡിയടെക്കിൻ്റെ 95ൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ് പറഞ്ഞ് 2.2 GHz ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ വിലയ്ക്കുള്ള അത്രയ്ക്കുള്ള ഒരു സാധനം ഇല്ലെന്ന് നമുക്ക് തോന്നും. കാരണം ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ റെഡ്മി നോട്ട് സീരീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വില കുറച്ച് കൂടുതൽ നമുക്ക് തോന്നും. ഇതിൻ്റെ പ്രൈസ് അവർ ഇട്ടിരിക്കുന്നത് 21,490 രൂപയാണ്. അങ്ങനെ ഈ വീഡിയോൻ്റെ ഇഷ്ടമായാലെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു.